നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് ലോക്ക്ഡൌൺ ലംഘിച്ച് ഒരു സ്വകാര്യ ജെറ്റിൽ ഫ്രാൻസിലേക്ക് പറന്ന ഒരു കൂട്ടം ശതകോടീശ്വരന്മാരെയും യുവതികളെയും അധികൃതർ തിരിച്ചയച്ചു. ടാർമാക്കിൽ നിന്നാണ് ഇവരെ അധികൃതർ തടഞ്ഞത്. ലണ്ടനിൽ നിന്നുള്ള വിമാനം 40-50 വയസ്സ് പ്രായം വരുന്ന 7 പുരുഷന്മാരെയും ഏകദേശം 20 വയസ്സോളം പ്രായമുള്ള 3 സ്ത്രീകളെയും വഹിച്ചുകൊണ്ടുള്ള സ്വകാര്യ ജെറ്റാണ് അധികൃതർ തടഞ്ഞത്. ലണ്ടനിൽ നിന്നുള്ള വിമാനമായിരുന്നു ഇത്. വിമാനത്തിലുണ്ടായിരുന്നവരിൽ ഒരാളായ ക്രൊയേഷ്യൻ പൗരനാണ് ഈ യാത്ര സംഘടിപ്പിച്ചത്. യാത്രക്കാർ ഇറങ്ങുന്നതിനു മുൻപായി ജെറ്റ് തിരിച്ചുവിടാൻ പോലീസ് ഫ്രാൻസിലെ മാർസേയിൽ പ്രൊവൻസ് വിമാനത്താവളത്തിൽ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ വിമാനം ലാൻഡ് ചെയ്യരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവരുടെ ഉത്തരവുകൾ ലംഘിച്ച് ജെറ്റ് ലാൻഡ് ചെയ്തു. യാത്രക്കാരെ കാൻസിലെ ഒരു വില്ലയിലേക്ക് കൊണ്ടുപോകുന്നതിനായി കാത്തിരിക്കുകയായിരുന്ന 3 ഹെലികോപ്റ്ററുകൾ പോലീസ് തിരിച്ചയച്ചു. വാഗ്വാദത്തിനിടെ എനിക്ക് പണമുണ്ട്, സംസാരിക്കാം എന്ന് ഒരു ക്രൊയേഷ്യൻ പൗരൻ പറഞ്ഞതായി പോലീസ് പറയുന്നു. പോലീസിനോട് തർക്കിക്കാൻ ശ്രമിച്ച അദ്ദേഹം സുഹൃത്തുക്കളോടും യുവതികളോടുമൊപ്പം ചെലവഴിക്കാൻ ഒരു ഇടവേളയ്ക്കായി താൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതായും ഒരു അന്തർദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും വില്ലയിലേക്ക് പോകുകയാണെന്നും അവിടെ പൂട്ടിയിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവരുടെ യാത്ര തികച്ചും വിനോദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നും മാത്രമല്ല ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ലംഘനമാണ് ഇതെന്നും പോലീസ് പറയുന്നു. സംഘത്തിലെ ഒരംഗം ഇതിനിടെ ബെർലിനിലേക്ക് പോവുകയും ചെയ്തു. തങ്ങൾക്ക് പിഴ ഈടാക്കുകയേ ചെയ്യുകയുള്ളൂ എന്നും എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്നും അവർ കരുതിയിരിക്കാമെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. മിക്ക ആളുകളും ലോക്ക്ഡൌണിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ സമ്പന്നരും പ്രശസ്തരുമായ ചിലർ സ്വയം രസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയിൽ അവധിക്കാലത്ത് തായ്ലൻഡ് രാജാവ് സ്വയം ക്വാറന്റൈനിൽ കഴിഞ്ഞത് വലിയ വാർത്തയായിരുന്നു. ആൽപൈൻ റിസോർട്ടിലെ ഒരു ഹോട്ടൽ മുഴുവൻ അദ്ദേഹം ബുക്ക് ചെയ്തു. ഒപ്പം 20 സ്ത്രീകളെയും ചില സേവകരെയും ഉൾപ്പെടുത്തി എന്നതും വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി സോക്കർ താരം കെയ്ൽ വാക്കർ ഒരു ലോക്ക്ഡൌൺ പാർട്ടി നടത്തിയതും വലിയ വാർത്തയായിരുന്നു. വാക്കറും 2 ലൈംഗിക തൊഴിലാളികളും അടങ്ങുന്നതായിരുന്നു ആ പാർട്ടി. ആ സംഭവത്തിൽ അദ്ദേഹം പിന്നീട് ക്ഷമ ചോദിക്കുകയുമുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.